ട്രിപ്പിൾ എ അഡ്വാൻസ് ഓഡിറ്റ് ആൻഡ് അഷ്വറൻസ് ACCA ഏറ്റവും കൂടുതൽ ആൾക്കാർ പാസ്സാവാൻ ബുദ്ധിമുട്ടുന്ന ഒരു പേപ്പറാണ്. പക്ഷെ ഞാൻ ഉപയോഗിച്ച ടാക്ടിക്സ് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇന്ന് ഞാൻ വന്നത്. യുവർ മെയിൻ ഫോക്കസ് ഷുഡ് ബി ഓൺ SBR. SBRലെ ഏകദേശം എല്ലാ സ്റ്റാൻഡേർഡ്സിനെ പറ്റി ഒരു കോർ അണ്ടർസ്റ്റാൻഡിംഗ് ഉണ്ടാക്കിയെടുക്കണം. തിയററ്റിക്കൽ നോളജ് മാത്രമല്ല, ആ ഉണ്ടാക്കിയെടുക്കുന്ന തിയററ്റിക്കൽ നോളജ് ആപ്ലിക്കേഷൻ ലെവലിൽ എങ്ങനെയൊക്കെ യൂസ് ചെയ്യാം എന്നൊരു വ്യക്തമായ ഒരു ധാരണ ഉണ്ടാക്കിയെടുക്കണം. ആദ്യത്തെ കുറച്ച് ദിവസം എന്റെ മെയിൻ ഫോക്കസ് വാസ് ഓൺ SBR. അതിനുശേഷം SBRൽ നല്ലൊരു ക്ലാരിറ്റി ഉണ്ടാക്കിയതിനു ശേഷം ഞാൻ കിറ്റിലേക്ക് കടന്നു. പക്ഷെ കിറ്റിലേക്ക് പോയ സമയത്ത് എല്ലാ കിറ്റിലെയും എല്ലാ ക്വസ്റ്റ്യൻസും തുരുതുര ചെയ്യുന്നതിന് പകരം ക്വാണ്ടിറ്റിക്ക് പകരം ക്വാളിറ്റിയിലാണ് ഞാൻ ഫോക്കസ് ചെയ്തത്. ക്വാളിറ്റി ഫോക്കസ് ചെയ്ത് മിനിമൽ ക്വസ്റ്റ്യൻസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ആ ഒരു ആൻസറിന്റെ സ്ട്രക്ചർ നല്ല രീതിക്ക് മനസ്സിലാക്കാൻ പറ്റും. ആൻഡ് ഇറ്റ് ഹെൽപ്ഡ് മീ അലോട്ട്. പിന്നെ ഞാൻ ചെയ്ത വേറൊരു ടെക്നിക്കാണ്, എന്റെ സെലക്റ്റീവ് ആയിട്ടുള്ള ഒരു 3-4 ഫ്രണ്ട്സിനെ ഞാൻ പിക്ക് ഔട്ട് ചെയ്തു. ഇവരെ എല്ലാ ദിവസവും പല ടൈമിങ്ങിലും മിക്സ് ആക്കിയിട്ട് ഞാൻ വിളിക്കാറുണ്ടായിരുന്നു. ആൻഡ് ഐ കെപ്റ്റ് ഓൺ ഡിസ്കസിങ്. ഇങ്ങനെ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ട്രിപ്പിൾ എന്ന് പറഞ്ഞ ഒരു ക്രിട്ടിക്കൽ തിങ്കിങ് ആവശ്യമുള്ള ഒരു പേപ്പറാണ്. സോ ഇറ്റ് ഹെൽപ്ഡ് മീ അലോട്ട്. എക്സാമിന്റെ സമയത്ത് ഓരോരോ ഡിസ്കഷനും എന്റെ മൈൻഡിൽ വന്നുകൊണ്ട്. ആൻഡ് അറ്റ് ലാസ്റ്റ് അവസാനത്തെ ദിവസങ്ങൾ വരുന്ന സമയത്ത് നിങ്ങൾ പ്രാക്ടീസ് പ്ലാറ്റ്ഫോമിൽ പോവാം, ടൈമർ സെറ്റ് ചെയ്യുക, ആൻഡ് എക്സാം സ്റ്റാൻഡേർഡിൽ എങ്ങനെയാണോ നിങ്ങൾ ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്യുന്നത് അതുപോലെ തന്നെ ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്യാം. ഇറ്റ് വുഡ് ബി വെരി യൂസ്ഫുൾ. കാരണം വെച്ചാൽ എക്സാമിന് പോകുന്ന സമയത്ത് നമുക്ക് ഓൾറെഡി എക്സാമിന് ഇരുന്ന ഒരു ഫീൽ വരും. പിന്നെ ട്രിപ്പിൾ എ ഒരുപാട് പേര് ഫെയിൽ ആവാൻ കാരണം എത്ര പഠിച്ചാലും എക്സാം സമയത്ത് കോൺഫിഡൻസ് ഇല്ലാഞ്ഞിട്ടാണ്. എക്സാമിന് പോയാൽ നിങ്ങൾക്ക് ഒന്നും അറിയില്ലെങ്കിൽ പോലും തിങ്ക് ആസ് എൻ ഓഡിറ്റർ. ഈ പറഞ്ഞ ടാക്ടിക്സ് ആണ് ട്രിപ്പിൾ എ പാസ്സാവാൻ എന്നെ ഹെൽപ്പ് ചെയ്തത്. ഞാനൊരു 2.5 to 3 weeks ആണ് മാക്സിമം ട്രിപ്പിൾ എ പഠിക്കാൻ ഇരുന്നിട്ടുള്ളത്. പക്ഷേ ഐ വുഡ് ഓൾവേസ് റെക്കമെൻഡ് ടു സ്റ്റാർട്ട് ഏർലി. നിങ്ങൾക്ക് ഈ ഒരു ടാക്ടിക്സ് യൂസ് ആവും എന്ന് തോന്നുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഫോളോ ചെയ്യാം. ഇനി വേറെ ആർക്കെങ്കിലും യൂസ് ആയേക്കാം എന്ന് തോന്നുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഷെയർ ചെയ്യാം. ബെസ്റ്റ് വിഷസ്. ബൈ.